കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ 13 വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ 4 പ്രതികൾ പിടിയിൽ. കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയത് കൊച്ചുമകൾ. കേസിലെ എല്ലാ പ്രതികളും പ്രായപൂർത്തിയാകാത്തവർ. ഐഫോൺ വാങ്ങാൻ പണത്തിനു വേണ്ടിയാണ് കൊച്ചുമകൾ മുത്തശ്ശനെ കൊലപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാവിലെ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് കേരളം ഉണർന്നത്. 13 വയസ്സുള്ള പെൺകുട്ടി 16 വയസ്സുള്ള 3 ആൺ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് സ്വന്തം മുത്തശ്ശനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകി. കൊലപാതക ദൃശ്യങ്ങൾ ലൈവായി മൊബൈൽ ഫോണിലൂടെ കൊട്ടേഷൻ നൽകിയ ചെറുമകളെ കാണിക്കുന്നു. കൊലപാതകത്തിന് ശേഷം മുത്തശ്ശന്റെ പക്കലുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും അപഹരിക്കുന്നു. കൊലപാതകം അന്വേഷിക്കാനെത്തിയ പോലീസ് ചോദ്യം ചെയ്യലിനിടയിൽ സംശയം തോന്നിയതോടെ ചെറുമകളെ പിടികൂടുന്നു. അവിടെ നിന്നും മറ്റ് 3 പേരിലേക്ക് എത്തുകയും രാത്രി തന്നെ കൊല്ലത്ത് നിന്നും 3 സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. ഹരിപ്പാടാണ് കഴിഞ്ഞ ഞായറാഴ്ച ശിവൻകുട്ടി എന്ന വൃദ്ധനെ ചെറുമകൾ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയത്. മൊബൈൽ ഫോൺ വാങ്ങാനും യുവാക്കൾക്ക് ബൈക്ക് വാങ്ങുന്നതിനുമായാണ് സ്വർണവും പണവും അപഹരിച്ചത്. പോലീസിന്റെ സമയോചിതമായ ഇടപെടലാണ് പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സഹായകരമായത്. പ്രായപൂർത്തിയാകാത്ത 4 പേരാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രസവത്തിനായി അമ്മയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആദ്യ പിതാവ് പിണങ്ങിപ്പോയതോടെ രണ്ടാനച്ഛനോടൊപ്പമാണ് പെൺകുട്ടിയുടെ താമസം. ശരിയായ രീതിയിലുള്ള ജീവിതമായിരുന്നില്ല പെൺകുട്ടിയുടേതെന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വിദേശത്തുള്ള മകൾ നാട്ടിലെത്തിയതിനു ശേഷമാവും സംസ്കാരം. ഇളയ മകൾ പ്രസവത്തിനു ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. മകളോടൊപ്പമാണ് മരണപ്പെട്ട ശിവൻകുട്ടിയുടെ ഭാര്യ ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തിറക്കിയ സ്വന്തം ഭർത്താവിന്റെ മൃതദേഹം ഭാര്യ വേദനയോടെയാണ് നോക്കിക്കണ്ടത്. 2 ദിവസം മുൻപ് ഭർത്താവിനോട് യാത്ര പറഞ്ഞിറങ്ങിയ ശിവൻകുട്ടിയുടെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പെട്ടെന്നുള്ള വേർപാട് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. ഒപ്പം ചെറുമകളുടെ കൊട്ടേഷനും. കൈരളി ന്യൂസ്, ആലപ്പുഴ.